ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീക്കിൽ ഹീറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഹീറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ പല ടൈപ്പ് സ്പെസിഫിക് ഹീറ്റ് എന്താണ്, ലാറ്റൻ ഹീറ്റ് എന്താണ്, തെർമൽ എക്സ്പാൻഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ടോപ്പിക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു MCQ സെറ്റാണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, a glass vessel is filled with water up to the brim and a lid is fixed to tightly. Then it is kept inside a freezer for hours. What is expected to happen? അപ്പോൾ ഒരു ഗ്ലാസ് വെസലിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് മൂടിയിട്ട് നമ്മളൊരു ഫ്രീസറിനുള്ളിലേക്ക് വെച്ചിരിക്കുകയാണ് മണിക്കൂർ കണക്കിന്. ഓക്കെ, എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ആ ഒരു ഗ്ലാസ് വെസലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഗ്ലാസ് വെസൽ നമ്മളിത് ഫ്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പാൻഷൻ നടക്കും അവിടെ അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പാൻഷൻ നടക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എന്താവും, ആ ഒരു ഗ്ലാസ് വെസൽ പൊട്ടും. ഓക്കെ, കാരണം ഈ സോളിഡ് അല്ലെ ഈ വെള്ളം എന്താണ് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ നമുക്ക് എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ ഗ്ലാസ് വെസൽ ബ്രേക്സ് ഡ്യൂ ടു ദ എക്സ്പാൻഷൻ ആസ് വാട്ടർ ഫ്രീസസ് ടു ഐസ്. വെള്ളം ഐസ് ആയിട്ട് മാറുമ്പോൾ ഈ വാട്ടർ, അതായത് ഈ പറയുന്ന എക്സ്പാൻഷൻ നടക്കുകയും ആ ഒരു ഗ്ലാസ് വെസൽ ആയതുകൊണ്ട് അത് പൊട്ടാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. When water freezes, its density, വെള്ളം ഫ്രീസ് ആകുമ്പോൾ അതിന്റെ ഡെൻസിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഡെൻസിറ്റിക്ക് ഒന്നും പ്രത്യേകിച്ച് വേരിയേഷൻ വരില്ല. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ എ ഹോട്ട് വാട്ടർ ബാഗ് ബിക്കോസ്, നമ്മളൊരു ചൂടുള്ള ഹോട്ട് വാട്ടർ ബാഗിൽ വെള്ളം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? Because the water, it has very high specific heat. It has high specific heat. Okay, ടിക്ക് ഇട്ടത് മാറിപ്പോയി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എന്താണ്? ഇറ്റ് ഹാസ് ഹൈ സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് ക്യാൻ ഹാവ്, ഒരു ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റിന് എന്താകാം? Any positive value ranging from 0 to infinity, always negative value, any positive value from 5 to infinity, 0 value. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഏതൊരു പോസിറ്റീവ് വാല്യൂ ഫ്രം 0 ടു ഇൻഫിനിറ്റിയിലുള്ള ഏതൊരു വാല്യൂ വേണമെങ്കിലും ഒരു ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ് ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, തെർമൽ കപ്പാസിറ്റി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ, ഒരു ബോഡിയുടെ തെർമൽ കപ്പാസിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻസ് നോക്കൂ. മാസ് ഓഫ് ദ ബോഡി, മാസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി, density of the body. Option D എന്താണ്? It is mass, shape and temperature of the body. So option D is the right answer. It depends on the mass, shape and temperature of the body. Thermal capacity. Burns caused by steam are much severe than those caused by boiling water because, ഇപ്പൊ നമ്മളൊരു ചുടുവെള്ളത്തിൽ നമ്മൾ തട്ടിയിട്ട് നമ്മുടെ കൈ പൊള്ളുകയും അതേപോലെ സ്റ്റീമില് നല്ല ആവിയിൽ കൈ പൊള്ളിയാൽ ഏറ്റവും കൂടുതൽ സിവിയർ ആവുന്നത് ഈ ഒരു സ്റ്റീം കാരണം ഉണ്ടാവുന്ന പൊള്ളലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ദ സ്റ്റീം ഹാസ് ദ ലാറ്റന്റ് ഹീറ്റ്. സ്റ്റീമിന് എന്താണുള്ളത്? ലാറ്റന്റ് ഹീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കൂടും. ഓക്കെ, അപ്പൊ സ്റ്റീമിൽ പൊള്ളുന്നതായിരിക്കും കൂടുതൽ സിവിയർ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോ ഒരു തിളച്ച വെള്ളം നമ്മുടെ കയ്യിൽ വീണാലും സ്റ്റീം ചെയ്തിട്ട് പൊള്ളുകയാണെങ്കിൽ സ്റ്റീമിലുള്ളതായിരിക്കും കൂടുതൽ പൊള്ളുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി, ബിക്കോസ് ഇറ്റ് ഹാസ് ദ ലാറ്റന്റ് ഹീറ്റ്. Which of the following is the method of heat transfer? താഴെ തന്നിരിക്കുന്നതിൽ ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ് ഏതാണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് കൺവെക്ഷൻ. നമ്മൾ പഠിച്ചു there are 3 methods. എന്തൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. 3 മെത്തേഡ്സ് ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ കൺവെക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ്. ഐസ് ഈസ് പാക്ഡ് ഇൻ എ സോ ഡസ്റ്റ് ബിക്കോസ്, ഒരു സോ ഡസ്റ്റിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഐസ് പാക്ക് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് സോ ഡസ്റ്റ് ഈസ് പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റിനെ കടത്തി വിടുന്നതിൽ പുവർ കണ്ടക്ടർ ആണ് സോ ഡസ്റ്റ്. നമ്മൾ പഠിച്ചിരുന്നു കണ്ടക്ഷനിൽ പുവർ കണ്ടക്ടറും ഉണ്ട്, അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടറും ഉണ്ട് അല്ലെ. പുവർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ സമ്മതിക്കില്ല, ഹീറ്റ് കണ്ടക്ട് ചെയ്യാനില്ല അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഐസിന്റെ കൂടെ ഹീറ്റ്, നമ്മൾ ഈ ഒരു സോ ഡസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറ്റ് പെട്ടെന്ന് ഉള്ളിലേക്ക് ആവില്ല. അപ്പൊ ആ ഐസ് മെൽറ്റ് ആവാതിരിക്കുന്നതിനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സോ ഡസ്റ്റ് എപ്പോഴും ഈ ഒരു ഐസ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ബിക്കോസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ കൺവെക്ഷൻ ക്യാൻ ടേക്ക് പ്ലേസ്. ഒരു ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, കൺവെക്ഷൻ കാരണം ഉണ്ടാകുന്ന ട്രാൻസ്ഫർ നമുക്ക് എവിടെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് അല്ലെ. നമുക്ക് ആ ഒരു മോളിക്യൂൾസുകൾ, ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഒരു കൺവെക്ഷൻ പ്രോസസ് വഴിയായിട്ടാണ്. അപ്പൊ നമുക്കൊരു എങ്ങനെയാണ് ആ മോളിക്യൂൾസ് ട്രാൻസ്ഫർ ആകുകയാണ്. മോളിക്യൂൾസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടേക്ക് പ്ലേസ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ.
Which of the following does not require a medium? Medium ആവശ്യമില്ലാത്തത് ഏതിനാണ്? Radiation, convection, conduction, convection, none of the above. Option A, radiation. Radiation നമുക്കൊരു മീഡിയത്തിന്റെ ആവശ്യം തന്നെ ഇല്ല അല്ലെ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇത് മൂന്നും നമുക്ക് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫറിനുള്ള മെത്തേഡ്സ് ആണ് അല്ലെ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റേഡിയേഷൻ ഇറ്റ് ഡസൻ റിക്വയർ എ മീഡിയം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഹീറ്റിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു 10 MCQ. ഇനി നമ്മളൊരു PYQ സെറ്റും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.